കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ജെറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു. അത് ശീതകാലമായിരുന്നു. യേശു ദേവാലയത്തിൽ സോളമന്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദർ അവൻ്റെ ചുറ്റും കൂടി ചോദിച്ചു, നീ ഞങ്ങൾ എത്ര നാൾ ഇങ്ങനെ സന്നിധാവസ്ഥയിൽ നിർത്തും? നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക. യേശു പ്രതിവചിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷി നൽകുന്നു, എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങൾ എൻ്റെ ആടുകളിൽ പെടുന്നവരല്ല. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരേക്കാൾ വലിയവനാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഞാനും പിതാവും ഒന്നാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് മെയ് 13 ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഫാത്തിമയിലെ 3 കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട സന്ദേശം നൽകിയ ദിവസത്തിൻ്റെ അനുസ്മരണം. ലൂസി ജസീന്ത ഫ്രാൻസിസ് 3 കുട്ടികൾ, സാധാരണക്കാരായ കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഒരു വലിയ സന്ദേശം നൽകി. അതുപോലെ തന്നെ പിന്നീട് ഒക്ടോബർ 17 മാതാവിൻ്റെ ആ ഒരു ദർശനം എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ അവർക്ക് അനുഭവപ്പെട്ടു. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സമയത്ത് കൃത്യമായിട്ടും അവരെ പഠിപ്പിച്ചത്, ലോകത്തോട് പ്രഘോഷിക്കുവാനായിട്ട് കൊടുത്തൊരു വലിയ കാര്യം, പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കുന്നവരായിട്ട് മാറുക, ക്രിസ്തുവിന് വേണ്ടി എല്ലാ ആത്മാക്കളെയും നേടുക. ഒരു വലിയ ദൗത്യം ഈ 3 കുട്ടികൾക്ക് നൽകി. അതായത് ലോകത്തിന് മുഴുവനും ഒരു വലിയ ദൗത്യം നൽകുന്ന പരിശുദ്ധ അമ്മയെ കാണാൻ പറ്റും. പലപ്പോഴും ഒരു അത്ഭുതമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴും അതിലൂടെ ദൈവം നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് തരുന്ന പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്വന്തമാക്കി നമ്മൾ ഓരോരുത്തരും മാറണം. മറ്റുള്ളവരെയും ക്രിസ്തുവിൻ്റെ സ്വന്തമാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. അത് ഈ ഒരു വലിയ സന്ദേശമാണ് ഫാത്തിമയിലെ 3 കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് കൂടെ ജപമാല പ്രാർത്ഥനകൾ ചൊല്ലി ആത്മാക്കളെ നേടിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു വലിയ സന്ദേശം കുട്ടികൾക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തിരുനാളിൽ നമുക്കും പ്രാർത്ഥിക്കാൻ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലൂടെ മറ്റുള്ളവരെയും നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക എന്നത് നമ്മുടെ ഒരു വലിയ ദൗത്യമാണ്. നമ്മളിന്ന് വായിച്ച് കേട്ട സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 22 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ കാണുക, അതായത് യഹൂദരും നിയമജ്ഞരും ഫരിസേയരും എല്ലാവരും ഒരുപോലെ ചെന്ന് ഈശോയുടെ അടുക്കൽ വന്ന് പറയുന്നൊരു കാര്യം ഇതാണ്, നീ ക്രിസ്തുവാണെങ്കിൽ ഞങ്ങളോട് പറയുക. ഇനി ഞങ്ങളെ ഇങ്ങനെ സസ്പെൻസിൽ അല്ലെങ്കിൽ ടെൻഷൻ അടിപ്പിച്ചുകൊണ്ട് നീയാണ് ക്രിസ്തു, വേറെ ആരെങ്കിലും ആണ് ക്രിസ്തു, ഇനി ഞങ്ങൾ വേറെ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണോ എന്നുള്ള കാര്യങ്ങൾ ഞങ്ങളെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ നീ ക്രിസ്തുവാണെങ്കിൽ നീ പറയുക. നമുക്കറിയാം, നമ്മളൊരു കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും തെളിവുണ്ടോ? നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും തെളിവുണ്ടോ? അപ്പോൾ ഇതുപോലെയുള്ളൊരവസ്ഥയായിരുന്നു ഈശോയുടെ മുമ്പിലും ഫരിസേയർ ഇട്ടുകൊടുത്തത്. അതായത് അവർ പറഞ്ഞു, നീ ക്രിസ്തുവാണെന്ന് നീ പറ, ഞങ്ങൾക്ക് നീ ക്രിസ്തുവാണെന്ന് തെളിയിക്കാനായിട്ട് എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ തരിക. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെയാണ് എനിക്ക് തരുന്ന ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സാക്ഷി. പ്രിയപ്പെട്ടവരെ, അവിടെ ക്രിസ്തുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്ന കാര്യം, ഞാൻ ക്രിസ്തുവാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അവരോട് പറയുകയല്ല, മറിച്ച് അത് ഈശോ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും ക്രിസ്തുവിനെ കണ്ടുമുട്ടുക, അല്ലെങ്കിൽ കണ്ടുമുട്ടി അനുഭവിച്ചെടുക്കുക എന്നുള്ളതാണ്.
അല്ലെങ്കിൽ ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന ഒരു വലിയ ദൗത്യം, അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ദൗത്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണമെന്നുള്ള കാര്യം ഈശോ പഠിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ജീവിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവരായിട്ട് മാറുക. പലപ്പോഴും നമ്മൾ ക്രിസ്തുവിനെ അന്വേഷിച്ച് ഓടി നടക്കാറുണ്ട്, പക്ഷേ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനായ ക്രിസ്തു, നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളിൽ കാണുന്ന ക്രിസ്തുവിനെ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസ ജീവിതത്തിൽ വലിയൊരു പരാജയം സംഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനത്തിലൂടെ ഈശോ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആ ഒരു വലിയ നിയോഗം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ഓരോ നിമിഷവും കണ്ടുമുട്ടി അനുഭവിച്ചറിഞ്ഞ് അവൻ്റെ സ്വന്തമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, ക്രിസ്തുവിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രിയപ്പെട്ടവരായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്വന്തമായിട്ട് ജീവിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നുണ്ട്. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അവിടെ കാണുക. അതായത് ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം. അതായത് ക്രിസ്തുവിൻ്റെ സ്വരം ശ്രവിക്കുന്നവരാണ് ക്രിസ്തുവിൻ്റെ അനുയായികൾ. നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായികളാണ്, ക്രിസ്ത്യാനികളാണ് എന്ന് പറയുകയും ചെയ്യും. യാതൊരു രീതിയിലുള്ള ക്രിസ്തുവിനോടുള്ള ഒരു അനുഭാവമോ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വാക്കുകൾ അനുസരിക്കുകയോ വചനം പാലിച്ച് ജീവിക്കുകയോ ഒന്നും ചെയ്യാതെ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ക്രിസ്ത്യാനികളാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ വാസ്തവം. അവിടെ കൃത്യമായിട്ട് വിശദം പറയുകയാണ്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് എന്ന് നമ്മൾ പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വരം കേൾക്കുന്നവരായിട്ട് മാറണം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കുടുംബ ജീവിതത്തിലായിക്കോട്ടെ, വ്യക്തിബന്ധങ്ങളിലായിക്കോട്ടെ, ക്രിസ്തു നമ്മളോട് ഓരോ നിമിഷവും സംസാരിക്കുന്നത് നമുക്ക് ശ്രവിക്കാൻ പറ്റും. വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ ഒരു വലിയ ശ്രേഷ്ഠതയും അതിലൂടെ ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശവും ഒക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പലപ്പോഴും ദൈവമാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നന്മയിൽ നമ്മൾ ആശ്രയിക്കുന്നവരായിട്ട് മാറും. ദൈവം നല്ലവനാണെന്നും എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നൽകുന്ന ഓരോന്നും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല, എൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, അല്ല എൻ്റെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ, കർത്താവിൻ്റെ നന്മയിൽ പൂർണ്ണമായി ആശ്രമിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ സംഭവിക്കുന്നതും ദൈവം സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് അനുഭവിക്കാനും കേൾക്കാനും ഒക്കെ പറ്റും. അതിനുള്ള ഏകോപാധിയാണ് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിച്ചു തന്നത്. പ്രാർത്ഥനയിൽ ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നിയോഗം ക്രിസ്തുവിനെ കണ്ടുമുട്ടി, ജീവിത സാഹചര്യങ്ങളിലും വ്യക്തികളിലും ക്രിസ്തുവിനെ കണ്ടുമുട്ടി കർത്താവിൻ്റെ സ്വന്തമായിട്ട് മാറുവാനും, അതുപോലെ ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട അജഗണങ്ങളായിട്ട് മാറുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയ ഫാത്തിമയിലൂടെ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് നൽകിയ ആ വലിയ സന്ദേശം, അതായത് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടിയെടുക്കുക, ആ ഒരു വലിയ ദൗത്യം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അതിന് വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.